ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ കട്ട് വർക്കിൻ്റെ ഒരു മോഡൽ പഠിച്ചായിരുന്നു. ഇന്ന് നമ്മൾ അടുത്ത മോഡലാണ് പഠിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ കോളം വരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ കൂടെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഔട്ട്ലൈനായിട്ട് ഫുള്ളായിട്ടും അതിനകത്തുള്ള വരകളിൽ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതിന് നമ്മൾ ബ്ലേഡോ അല്ലെങ്കിൽ ചെറിയ കത്രികയോ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഇതെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ഓരോ കോളവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെഷീൻ എംബ്രോയ്ഡറി ക്ലാസ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ നമ്പർ ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെഷീൻ എംബ്രോയ്ഡറി ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, ഒരു ക്ലാസ് തന്നെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം എന്താ കണ്ടോ, ഓരോ കോളത്തിൻ്റെയും അവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത്, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ടടുത്തുകൂടെ കട്ട് ചെയ്യണമെന്നല്ല, അതിന് ശകലം ക്ലോത്ത് വിട്ടതിന് ശേഷം ബാലൻസ് ഭാഗം നമ്മൾ ഇതായി കാണുന്നത് പോലെ തന്നെ കട്ട് ചെയ്ത് കളയുന്നു. ഇങ്ങനെ കളയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത കോളത്തിൻ്റെ ഒരു ലൈനും കൂടെ കട്ട് ചെയ്യേണ്ടതുണ്ട്, എങ്കിലേ നമ്മൾ ഇപ്പുറത്തും കൂടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ആദ്യം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ കാണുന്നത് പോലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ആ കോണുകൾ വരുന്ന ഭാഗത്തും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സാറ്റൻ സ്റ്റിച്ച് ഉപയോഗിച്ച് ജസ്റ്റ് ചെറിയ സാറ്റൻ സ്റ്റിച്ച് ഉപയോഗിച്ചാൽ മതി. ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ ബാലൻസ് ഉള്ള തുണി നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ അടിയിലേക്ക് പൊക്കോളും. കണ്ടോ, അപ്പോൾ നമുക്ക് എന്ത് ഈസി ആയിട്ട് കട്ട് വർക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കിക്കേ. അപ്പോൾ അതുപോലെ തന്നെ മുകളിലത്തെ വശവും ഇതുപോലെ തന്നെ ചെറുതായിട്ട് സ്കാലപ്പ് കണ്ടോ, അത് സാറ്റൻ സ്റ്റിച്ച് ഉപയോഗിച്ച് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈഡുകളുണ്ടല്ലോ, ആ സൈഡിലെയും അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എനിക്ക് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ അവിടെ സ്റ്റിച്ച് ചെയ്യണം, ഞാൻ വിട്ടുപോയതാണ് ആദ്യം അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ. അതുപോലെ തന്നെ ഈ സൈഡ്, അതായത് നമ്മൾ ഏതൊക്കെ സൈഡാണോ ആ രണ്ട് വശവും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കണം, എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി അത് കട്ട് ചെയ്ത ശേഷം, അതായത് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ആ ക്ലോത്ത് ഇതിൻ്റെ അടിയിലേക്ക് പോവുള്ളൂ. ഇപ്പോൾ ഞാൻ ഇനി അടുത്ത് കാണിച്ചു തരാം. അടുത്ത വശം എന്താ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്ത് കണ്ടോ, അതിൻ്റെ കോൺ ഭാഗവും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു കോണും നമുക്ക് വരികയുള്ളൂ. എന്താണ് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വന്ന ശേഷം കണ്ടോ, അപ്പുറത്തെ വശവും ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ ഇതിൽ കട്ട് ചെയ്യാൻ വിട്ടുപോയി. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വന്നു. ഇതുപോലെ തന്നെ ഇനി ഞാൻ മേൽഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാൻ കട്ട് ചെയ്യാൻ വിട്ടുപോയ ഭാഗം ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, അടുത്തത് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തത് ഇതുപോലെ നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലെയും ഒരു വരി ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നു. കട്ട് ചെയ്തെടുത്ത ശേഷം ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതിരിക്കുന്നത്. കണ്ടോ, അതത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇതാണ് വീണ്ടും അതുപോലെ തന്നെ ഈ സൈഡ് നമ്മൾ ഇതുപോലെ തന്നെ പറഞ്ഞ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ. ഇനി നമുക്ക് അടുത്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അവിടെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കളയണം. അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ അവിടെയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ അടുത്ത സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് അടുത്ത കോളവും കൂടെ ഇതുപോലെ അതിൻ്റെ രണ്ട് സൈഡ് വരുമല്ലോ, ആ കോളവും കൂടെ ഒന്ന് കട്ട് ചെയ്ത ശേഷമാണ് സ്റ്റിച്ച് ചെയ്യാതിരിക്കാൻ. ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഏകദേശം കംപ്ലീറ്റ് ആവാറായി. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത്, പിന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് കഴിവതും ശ്രദ്ധിക്കുക, നമ്മുടെ നീഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ കട്ടിയുള്ള ഭാഗത്ത് കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക, എങ്കിൽ നമ്മുടെ നീഡിൽ ഒടിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന്, നിങ്ങൾക്കറിയാമല്ലോ, ഒരു മിനിമം ഗ്യാപ്പ് ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് സാറ്റൻ സ്റ്റിച്ച് ഉപയോഗിച്ച് ഒന്ന് അകത്തി ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുത്ത ശേഷം ഈ ചെറിയ നൂലുകളൊക്കെ കാണുന്നുണ്ടല്ലോ, ഒന്നുകിൽ നമ്മുടെ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കളയുക. അതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പം നമ്മുടെ സിഗരറ്റ് ലാമ്പ് വല്ലതും ഉണ്ടല്ലോ, അത് വെച്ച് ജസ്റ്റ് ഒന്ന് അതിൽ കാണിച്ച ഇതൊക്കെ ജസ്റ്റ് ഒന്ന്
പെട്ടെന്ന് ഉരുകി നല്ല സെറ്റായിരുന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ മാക്സിമം കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാൻ നോക്കി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മക്കൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.